മോഹൻപിള്ള, ഇവിടെ ഈ റെജീം ചേഞ്ച് എന്നുള്ളത് തുടക്കം മുതൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത് തന്നെ പഴയ പഹ്ലവി ഡൈനാസ്റ്റിയുടെ അല്ലെങ്കിൽ പഹ്ലവി ഭരണകൂടത്തിൻ്റെ കൊടിപ്പതാകയിലെ അടയാളമായിരുന്നു സിംഹം. അതുതന്നെയാണ്. അപ്പോൾ ഇവരെ മാറ്റി അവരെയോ അല്ലെങ്കിൽ വേറെ റെജീമിനെ കൊണ്ടുവരികയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അത് നടന്നില്ല. നേരത്തെ ശ്രീ പണിക്കർ പറഞ്ഞു, ഈ IAEA കണക്കുകൾ പ്രകാരം മെയ് 17 വരെ യുറേനിയം ഹെക്സാഫ്ലൂറൈഡ്, യുറേനിയം ഓക്സൈഡ്, യുറേനിയം മെറ്റലൊക്കെ അടക്കം ഏകദേശം 9,250 കിലോ റോ മെറ്റീരിയൽസ്, 400 കിലോ യുറേനിയം സ്റ്റോക്ക് പൈൽ, അതിനൊക്കെ മുകളിൽ ഈ ബങ്കർ ബസ്റ്റർ പോയി വീണതെങ്കിൽ ഉണ്ടാവേണ്ടത് റഷ്യ മുന്നറിയിപ്പ് നൽകിയതുപോലെ ഒരു ചെർണോബിൽ മോഡൽ ദുരന്തമാണ്. ഇതൊരു മിനിമം റേഡിയേഷനോ മിനിമം കണ്ടാമിനേഷനോ പോലും ഇതുവരെ IAEA അടക്കം ഒരു അന്താരാഷ്ട്ര ന്യൂക്ലിയർ ഏജൻസികളും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ സാധിച്ചെടുത്തു എന്ന് ഇസ്രായേലിന് കോൺഫിഡൻസോടെ പറയാൻ കഴിയുമോ ശ്രീ മോഹൻപിള്ള? ഒരിക്കലുമില്ല. കാര്യം ഇതിനകത്ത് ഐ തിങ്ക് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദി തിങ്സ് ആർ കൊറിലേറ്റ് ചെയ്യുന്നുണ്ട് സിറ്റുവേഷനുമായിട്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരേ ഒരു പോയിന്റ്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ വെപ്പൺ ഗ്രേഡ് യുറേനിയം അറൌണ്ട് 4 ക്വിന്റലാണ്, 409 kg എന്നാണ് പറയുന്നത്. അതായത് നിയർ വെപ്പൺ ഗ്രേഡ് ആണത്. അതിനെക്കുറിച്ചാണ് IAEA മോർ വറീഡ് എന്നാണ് പറയുന്നത്. അത് അവർ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതറിയാം. ഒരു 4 ക്വിന്റൽ ഏത് വണ്ടിയിൽ അവരെങ്ങനെയൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വേണമെങ്കിലും കൊണ്ടുപോകാനുള്ളതേ ഉള്ളൂ ഒന്ന്. പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IAEA എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ശരിക്കും ഈ IAEA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് US അവരുടെ മെയിൻ അലൈഡ് രാജ്യങ്ങളുമാണ്. അതായത് ഇതിനകത്ത് 178 അംഗങ്ങൾ ഉണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്. ശരിക്കും 35 പേരാണ് ഇതിന്റെ ബോർഡ് ഓഫ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഈ 35 പേരിൽ 6 പേര് സ്ഥിര അംഗങ്ങളാണ്. ഈ 6 രാജ്യങ്ങൾ ആരൊക്കെയാ? ജർമ്മനി, UK, ഒരേ ഒരു എക്സെപ്ഷൻ റഷ്യ മാത്രമേ ഉള്ളൂ US ഗ്രൂപ്പിൽ ഇല്ലാത്തത്. ഇതിനകത്ത് ജപ്പാനും അതിനകത്ത് മെമ്പറാണ്. പിന്നെ ബാക്കിയുള്ളത് 2 വർഷത്തേക്ക് അവർ ആ റീജിയൻ വൈസിലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ റീജിയൻ വൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏഷ്യ, യൂറോപ്പ് അങ്ങനെയുള്ള റീജിയൻ വന്നിട്ട് മിഡിൽ ഈസ്റ്റിലുള്ള റീജിയൻ ഉണ്ട്. ആ മിഡിൽ ഈസ്റ്റ് റീജിയനിലുള്ള ആരൊക്കെയാണെന്നറിയാമോ? അതായത് സൗദി, ഖത്തർ, UAE. ഇപ്പൊ ഈ ഏജൻസി എങ്ങനെ ഏത് വോട്ടിംഗ് നടത്താലും എങ്ങനെ അവർക്ക് US മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും? ഒന്ന്. രണ്ടാമത് ഇതിന്റെ ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് നോക്കണം. അതായത് ഇതിന്റെ ഈ IAEA 25% ഫണ്ട് ചെയ്യുന്നത് US ആണ്. അപ്പം ഈ IAEA എന്താണ് ഇസ്രയേൽ ചെക്ക് ചെയ്യാത്തത് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ ചെക്ക് ചെയ്യാത്തതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഇതാണ്. US ആണ് ഇതിനെ ബേസിക്കലി, അല്ലെങ്കിൽ ആ ഗ്രൂപ്പാണ് ഇതിനെ, വെസ്റ്റേൺ കൺട്രീസ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. മറ്റുള്ളവർക്കൊന്നും അതിനൊരു റോളില്ല എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ നിയർ വെപ്പൺ ഗ്രേഡ് യുറേനിയം ഒരു 4 ക്വിന്റൽ അവരത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തെ മേജർ പ്ലെയർ എന്ന് പറയുന്നത് റഷ്യയാണ്. അത് ഞാൻ വീണ്ടും പറയാനുള്ള കാരണം, റഷ്യയാണ് നിയർ നെയ്ബർ കൺട്രിയും. അതുപോലെ ഈ 2024-25 ഒരു 20 years ഓഫ് പാർട്ട്ണർഷിപ്പ്, മിലിറ്ററി പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള രാജ്യം അതാണ്. അതുപോലെ ഇന്നലെ തന്നെ റഷ്യ പറയുകയും ചെയ്തു, വി ആർ വിത്ത് ദിസ് തിങ്, ഇറാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഇത് തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കഷനിൽ പറഞ്ഞതാണ്. US ഇറാഖിനെതിരെ പോയി, ഞാൻ പറഞ്ഞല്ലോ, കെമിക്കൽ വെപ്പൺ ഉണ്ട് അല്ലെങ്കിൽ ന്യൂക്ലിയർ ബയോളജിക്കൽ വെപ്പൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവസാനം എന്താ പറ്റിയത്? അതുപോലെ തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത്. കാര്യം ഒരു രാജ്യവും അത്ര മണ്ടന്മാരല്ല. കാര്യം അവർക്കറിയാം അവരുടെ അമേരിക്കയുടെ എയിം എന്താണെന്നുള്ളത്. അതായത് ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ആരാണെന്ന് ആരും പറയേണ്ട കാര്യമില്ല. ആ രീതിയിൽ അവിടെ തന്നെ ചെന്നിട്ട് അവരാരും അത് യുറേനിയം അവിടെ വെച്ചുകൊണ്ടിരിക്കില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ടൈംലി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഇത് എയിം അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യവും, അപ്പം ഇസ്രയേലിന്റെ എയിം എന്തായിരുന്നു? അതായത് അവരുടെ എയിമിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് കാശ്മീർ. കാരണം അവരുടെ ഈ ഹോസ്റ്റേജ് ഡ്രാമ 1.5 വർഷം മുമ്പുണ്ടായി ഹോസ്റ്റേജ് ഡ്രാമയിലും കിങ് പിൻ എന്ന് മെയിൻ ആളെന്ന് പറയുന്നത് ഇറാൻ ആണെന്നാണ് അവർ ബ്ലെയിം ചെയ്തത്. അവരത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ അവർ അറ്റാക്ക് ചെയ്തു എന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ഹിയർ മൈ ക്വസ്റ്റ്യൻ ഈസ് US-ന്റെയാണ്. US എന്ന് പറയുന്നത് US ലോകത്തിന്റെ ഒരു പോലീസ് രാജ്യമായിട്ട് ഐ ആം ദ വൺ, ഞാൻ പറഞ്ഞില്ലേ, ലൂയി ദ 14 മാതിരി ഐ ആം ദ കിങ് എന്നുള്ള രീതിയിൽ, ഐ ആം ദ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ഈ ട്രംപ് അങ്ങ് അവതരിച്ചിരിക്കുകയാണ്. ആൻഡ് ഹി ഈസ് ടേക്കിംഗ്, ആദ്യം തന്നെ വിത്തൗട്ട് എനി പ്രൊവോക്കേഷൻ, ആദ്യമേ വെൽ ഇൻ അഡ്വാൻസ്, വെയിറ്റ് ചെയ്യാതെ തന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ അങ്ങ് നടത്തുവാണ് ഓൺ ബിഹാഫ് ഓഫ് ഇറാൻ, ഓൺ ബിഹാഫ് ഓഫ് ഇസ്രയേൽ. അവര് പറയേണ്ടതാണ് ഞങ്ങൾ ഇനിയും ഇത് ചെയ്യത്തില്ല, ഇനിയും അറ്റാക്കില്ല എന്ന്. പക്ഷെ പറയേണ്ടതിന് ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. അത് ഞാൻ അപ്പീൽ ചെയ്തിട്ടുണ്ട്. ദേ മേ എഗ്രി.
അത് അങ്ങനെയാണ്. ഇത് ഞാൻ പറഞ്ഞു, അത് ഇനി ഇല്ല എന്നുള്ള രീതിയിൽ ഒരു കോൺക്രീറ്റ് കൺക്ലൂഷൻ ഒരു രാഷ്ട്രത്തലവൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിന്റെ ഗതി എങ്ങോട്ടെ എന്നുള്ളതിന്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അതിനെ നമ്മളാരും അത് തന്നെയാ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരേണ്ടത് കാര്യം. അതായത് ഓൾ ഫോറിൻ കൺട്രീസ് ഫോറിൻ റിലേഷൻസിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വെദർ ടു ലേ ഓൾ ദ എഗ്സ് ഇൻ US ബാസ്കറ്റ് ഓർ നോട്ട്. ദാറ്റ് ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. അത് ഒരിക്കലും ശരിയാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നാണ് നമുക്ക് ഇതിനകത്ത് പറയേണ്ടത്. അപ്പം ഈ ഒരു യുദ്ധം ഈ 12 ദിവസം കൊണ്ട് അത് ഒരു ടെമ്പററി സീസ് ഫയർ ആണ്. പെർമനന്റ് ആയിട്ടുള്ള റൈവലറി അവരുടെ അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും, ഒരു സംശയവുമില്ല. കാര്യം ഇറാൻ ഒരിക്കലും അടങ്ങിയിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ഇസ്രയേലിന് ഒരു കാരണവശാലും അവർക്ക് ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ എപ്പോഴും ആരുടെയെങ്കിലും വാർ ലൈക്ക് സിറ്റുവേഷൻ ആണ് അവരുടെ ഒരു നേച്ചർ, അതാണ്. അപ്പം അത് വരുമ്പോഴേക്കും അവർ എപ്പോഴും ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ സർവൈവലാണ്. ഞങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലുള്ള കൺട്രീസിലൊന്നും ഇങ്ങനെയുള്ള ഒരു ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ ആകാൻ പാടില്ല. ദേ ആർ ഓൾസോ റൈറ്റ്. പക്ഷെ അവരുടെ കാര്യം അവർ സ്വയം അങ്ങ് മറക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എയിം അച്ചീവ് ചെയ്ത ആരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു സീറോ സം ഗെയിം ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.